ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. ദ ബുക്ക് ഓഫ് ജെർമിയ ചാപ്റ്റർ 5. യിരെമ്യാവ് 5-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവത്തെ നിഷേധിക്കുന്ന ജനത്തോടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന അവരുടെ കുറ്റവിചാരണകളാണ്. അവരുടെ മൊറാലിറ്റി, അനുദിന ജീവിതത്തിൽ സാമൂഹ്യപരമായി അവർ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാതകത്തെക്കുറിച്ച് പറയുന്നു. Jeremiah chapter 5 is a strong condemnation of Judah's widespread corruption and disobedience towards God. Verse 1. ഇവിടെ ആരാധന സ്ഥലത്ത് നിന്ന് യിരെമ്യാവിൻ്റെ കണ്ണ് യെരുശലേമിൻ്റെ വീഥികളിലേക്ക്, പട്ടണത്തിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. യിരെമ്യാവിനോട് ദൈവം പറയുന്നു, ഈ സമൂഹത്തിൽ തപ്പി നടന്ന് അന്വേഷിച്ചു നോക്കുവീൻ. യെരുശലേമിൻ്റെ വീഥികളിൽ ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്ത കാണിക്കുകയും ചെയ്യുന്നവൻ ഉണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങൾ തിരിഞ്ഞ് അറിയുകയും ചെയ്യുവീൻ. കണ്ടു എങ്കിൽ ദൈവം അതിനോട് ക്ഷമിക്കും. വേഴ്സ് 2. കർത്താവിൻ്റെ നാമത്തിലാണ് അവർ ആണയിടുന്നതെങ്കിലും അവർ ചെയ്യുന്നത് കള്ള സത്യമാണ്. ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. The people of Judah were professing devotion to God with their words, but not with their actions. Verse 3. കർത്താവെ, അവിടുത്തെ നയനങ്ങൾ തേടുന്നത് സത്യത്തെയാണ്. ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ബാലശിക്ഷ കൊടുക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ദൈവം അടിച്ചു, പക്ഷെ അവർക്ക് വേദനിച്ചില്ല. ദൈവം അവരെ ക്ഷയിപ്പിച്ചു, എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളാൻ പറ്റിയില്ല. വചനം പറയുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഏതുള്ളൂ എന്ന് ചോദിക്കുന്നത് പോലെ ദൈവം നമ്മളെ പല കാര്യത്തിനും ശിക്ഷിക്കും. ദൈവം നമ്മളെ അടിക്കും, പക്ഷേ നമ്മളെ ശിക്ഷിക്കുന്നത് ദൈവമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മൾ രക്ഷപ്പെടുവാൻ, നമ്മൾ മാനസാന്തരപ്പെടാൻ, നമുക്ക് ഗുണം വരാൻ അത് മനസ്സിലാക്കി നമ്മൾ മാനസാന്തരത്തിലേക്ക് വരണം. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞപ്പം ദൈവം അവരെ ശത്രുക്കളുടെ ആക്രമണത്തിന് ഏൽപ്പിച്ചു. പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരേണ്ട ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മത്സരിച്ച് സുബോധം നഷ്ടപ്പെട്ട് അവരുടെ ഹൃദയം പാറയേക്കാൾ കഠിനമാക്കി. ദൈവം അവരെ ക്ഷയിപ്പിച്ചു, എന്നിട്ടും മടങ്ങി വരുവാൻ അവർ തയ്യാറായില്ല. വേഴ്സ് 4 and 5. അതുകൊണ്ട് യിരെമ്യാവ് പറയുന്നു, ഇവർ സാധുക്കളാണ്, ബുദ്ധിയില്ലാത്തവരാണ്, മൂഢന്മാരാണ്. ഇവർക്ക് കർത്താവിൻ്റെ വഴിയും ദൈവത്തിൻ്റെ നിയമവും അറിയത്തില്ല. 14-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ആരും ഇല്ല. ഞാൻ മഹാന്മാരെ സമീപിച്ച് സംസാരിക്കും, അവർക്കാണെങ്കിൽ കർത്താവിൻ്റെ വഴിയും ദൈവത്തിൻ്റെ നിയമവും അറിയാം എന്ന് പറയുന്നു. എന്നാൽ അവരും ഒരുപോലെ നുകം തകർത്ത് കയറ് പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. ഒരു നിബന്ധനവും ഇല്ലാതെ കയറ് പൊട്ടിച്ച് നുകം തകർത്ത് അവർ ജീവിക്കുന്നു. വേഴ്സ് 6. ദൈവത്തിൽ നിന്നുള്ള പിന്മാറ്റം അല്ലെങ്കിൽ വ്യതിചലനം കാരണം അന്യരാജ്യക്കാർ വന്ന് യഹൂദയെ ആക്രമിക്കും. അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹം വന്ന് അവരെ കൊല്ലും. മരുഭൂമിയിൽ നിന്ന് ചെന്നായി വന്ന് അവരെ നശിപ്പിക്കും. പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കുന്നു. പുറത്തേക്കിറങ്ങുന്നവരെ അത് പിച്ചി ചീന്തും. എന്തെന്നാൽ അവരുടെ കുറ്റങ്ങൾ നിരവധിയാണ്, വിശ്വസ്ത അവരിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. വേഴ്സ് 7. ഈ മെസ്സേജ് അഡ്രസ്സ് ചെയ്യുന്നത് യഹൂദ നേതാക്കന്മാരോടാണ്. ഞാൻ നിങ്ങളോട് എങ്ങനെ ക്ഷമിക്കും? നിങ്ങളുടെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു, ദൈവമല്ലാത്ത ഊമ വിഗ്രഹങ്ങളെ ചൊല്ലി സത്യം ചെയ്തു വരുന്നു. ദൈവം അവർക്ക് വയറു നിറയെ ഭക്ഷണം നൽകി അവരെ പോഷിപ്പിച്ചു. ദൈവം അവരെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ദൈവം അവർക്ക് വേണ്ടതെല്ലാം നൽകി. അവരുടെ ദാരിദ്ര്യം മാറ്റി, അവരുടെ കഷ്ടത മാറ്റി. അവർ ബഹുസമ്പന്നരായി മാറി. അവർക്ക് നല്ല പോഷണം കിട്ടി. ആ സമയത്തെ അവർ ദൈവത്തെ മറന്ന് തിന്നു പുളച്ച് വ്യഭിചാരം ചെയ്യുകയും
വേശ്യാഗൃഹങ്ങളിൽ കൂട്ടമായി ചെല്ലുകയും ചെയ്യുന്നു. വേഴ്സ് 8. ഇസ്രായേൽ മക്കളുടെ മോറൽ സൈഡിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. നമ്മുടെ ഈ തലമുറയിലെ ഏറ്റവും വലിയ പാപമാണ് മ്ലേച്ഛത അല്ലെങ്കിൽ ലൈംഗിക പാപം. ദൈവം അവർക്ക് മാന്യമായ നിലയിൽ ഉയർച്ച കൊടുത്തപ്പം തീറ്റിത്തടിപ്പിച്ച കുതിരയെപ്പോലെ അവർ സംഘമായി വേശ്യാഗൃഹങ്ങൾ തപ്പി നടന്നു. അവർ അവനവനുള്ളതിൽ തൃപ്തിപ്പെടാതെ അയൽവക്കക്കാരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. തിന്നു കുടിച്ച് പുളയുന്ന മതിക്കുന്ന കുതിരകളാണവർ. കാമാർത്തികൾ വർദ്ധിച്ച കാലഘട്ടം. സമൃദ്ധിയിലേക്ക് വരുമ്പം തിന്നു കുടിച്ച് കൊഴുത്തു തടിക്കുമ്പോൾ, മികച്ച ധനവാനാകുമ്പോൾ, സമൂഹത്തിൽ പേരും പ്രശംസയും ഏറുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാധീനതയാണ് ഈ പറയപ്പെടുന്നത്. ജഡം, പിശാച്, മരണം അവരെ ചതിച്ച് ജഡമോഹികളാക്കി അവരെ പടുകുഴിയിൽ നിലം പതിപ്പിക്കുന്നു. വേഴ്സ് 9 and 10. ദൈവം അരുളി ചെയ്യുന്നു, ഈ ദുഷിച്ച പ്രവൃത്തി മൂലം ഞാൻ അവരെ ശിക്ഷിക്കും. ഇത്തരം ഒരു ജനതയോടെ ഞാൻ പ്രതികാരം ചെയ്യും. God will not tolerate the persistent wickedness of the people of Judah and will punish them for their evil deeds. ദൈവം അരുളി ചെയ്യുന്നു, യെരുശലേമിന്റെ മുന്തിരിത്തോട്ടത്തിൽ കടന്ന് നാശം ചെയ്യുവീൻ, എന്നാൽ പാടെ നശിപ്പിക്കരുത്. അവളുടെ കൊമ്പുകൾ മുറിച്ചു കളവീൻ, അതൊന്നും കർത്താവിനുള്ളതല്ല. ദൈവത്തിന്റെ വഴി തികവുള്ളത്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. Jeremiah's message was to call people to turn away from their wicked ways and return to the Lord. Verse 11 and 12. ഇവിടെ നമ്മൾ കാണുന്നത്, ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും എന്നെ തീർത്തു വഞ്ചിച്ചു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവർ കർത്താവിനെ പരിത്യജിച്ചു. അത് ദൈവമല്ല, ഞങ്ങൾക്ക് യാതൊരു നിയമവും ഭവിക്കത്തില്ല എന്ന് പറയുന്നു. യുദ്ധമോ പട്ടിണിയോ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല, ഞങ്ങൾക്കൊരു നാശവും സംഭവിക്കയില്ല എന്നവർ പറയുന്നു. വേഴ്സ് 13 and 14. കള്ളപ്രവാചകന്മാർ തിന്മ പ്രവൃത്തികൾക്ക് നേരെ കണ്ണടയ്ക്കുകയും അതിനെ തിരുത്താൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല. അവർക്കൊരു നാശവും സംഭവിക്കയില്ല എന്നവർ വ്യാജേന അവരോട് പറയുന്നു. അവരും ദൈവവചനം പറയും. യാതൊരു ദൈവിക അരുളപ്പാടും ലഭിക്കാതെ അവർ വചനം പറയുന്നത് കൊണ്ട് അത് ആർക്കും പ്രയോജനമില്ലാതെ കാറ്റിൽ പറന്നു നടക്കും. അവരുടെ മേൽ ഭീഷണികൾ വന്ന് അവർ ഉടനെ നിലം പതിക്കും. ദൈവമായ കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീ പോലെ തരും. ഈ ജനത്തെ വിറകും ആക്കും. തീയും വിറകും ചേരുമ്പോൾ കത്തിച്ചാമ്പലാകുന്നത് പോലെ ഈ ജനം അതിന് ഇരയായി തീരും. ദൈവത്തിൽ നകന്നേ അന്യദൈവങ്ങളിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ രീതി മാറും, നമ്മുടെ മൊറാലിറ്റിക്ക് വ്യത്യാസം വരും. നമ്മൾ ദൈവത്തിങ്കിലേക്കും ദൈവവചനത്തിങ്കിലേക്കും തിരികെ വരണം. വേഴ്സ് 15. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, വിദൂരത്ത് നിന്ന് ഒരു ജനതയെ ഞാൻ നിനക്കെതിരെ കൊണ്ടുവരുന്നു. അത് സ്ഥിരതയും പുരാതനവുമായ ഒരു ജനതയാണ്. അവരുടെ ഭാഷ നിനക്കറിഞ്ഞുകൂടാ, അവരുടെ സംസാരം നിനക്ക് മനസ്സിലാകുകയില്ല. ഇരമ്യാവ് ആവർത്തിച്ച് പറയുന്നു, ദൈവിക വാഗ്ദത്തം അനുസരിച്ച് ഒരു വലിയ സൈന്യത്തിന്റെ ന്യായവിധി യെരുശലേമിനും യഹൂദയ്ക്കും എതിരായി വരുന്നു. അത് നെബൂഖദ്നേസർ രാജാവിന്റെ കീഴിൽ ബാബിലോണാണ് വരുന്നത്. വേഴ്സ് 16 and 17. അവരുടെ ആവനാഴി മരണം വിതയ്ക്കുന്നു. അവരെല്ലാവരും യുദ്ധവീരന്മാരാണ്. ബാബിലോൺകാർ വരുമ്പോൾ അവർ നിന്റെ വിളശേഖരവും ഭക്ഷ്യവസ്തുക്കളും തിന്നു തീർക്കും. നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ വധിക്കും. നിന്റെ ആടുമാടുകളെ അവർ ഭക്ഷിക്കും. നിന്റെ മുന്തിരിച്ചെടികളും അത്തിമരങ്ങളും അവർ നശിപ്പിക്കും. നിന്റെ ആലംബമായി നീ കരുതുന്ന സുരക്ഷിത നഗരങ്ങളെ അവർ നിലംപരിചാക്കും. വേഴ്സ് 18 and 19. എന്നാൽ ആ നാളുകളിൽ പോലും ഞാൻ നിന്നെ പൂർണ്ണമായി നശിപ്പിക്കയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം ഞങ്ങളോട് ചെയ്യുവാൻ കാര്യമെന്തെന്ന്
നിന്റെ ജനം ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് വെച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചതുപോലെ അന്യദേശത്തെ അന്യദേവന്മാരെ സേവിക്കാനും ശുശ്രൂഷിക്കാനും ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. 115 സങ്കീർത്തനം 5-6 വാക്യത്തിൽ വിഗ്രഹങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. യാക്കോബിന്റെ ഭവനത്തിൽ ഇത് പ്രസ്താവിക്കുക, യഹൂദയിൽ ഇത് വിളിച്ചു പറയുക. ഭോഷരും അവിവേകികളുമായ ജനമേ, ശ്രവിക്കുവീൻ. കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. ജനങ്ങൾ ദൈവത്തെ ത്യജിക്കുന്നു. വേഴ്സ് 22. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്കെന്നെ ഭയമില്ലേ? എൻ്റെ മുമ്പിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ? കടലിനൊരു പ്രമാണമുണ്ട്. കടലിനെ ഞാൻ കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിക്കും അതിൻ്റേതായ ഒരു പ്രമാണമുണ്ട്. കടൽ മണലെ വന്ന് തട്ടുമ്പോൾ അത് തിരിച്ച് വന്ന സ്ഥാനത്തേക്ക് തിരികെ പോകും. ഗ്രഹങ്ങൾക്കൊക്കെ ഒരു ഭ്രമണ പദമുണ്ട്. ദൈവമാണ് ഓരോ ഗ്രഹത്തെയും ഭ്രമണപഥത്തിൽ നിർത്തിയിരിക്കുന്നത്. പക്ഷേ ദൈവ സൃഷ്ടിയിൽ മനുഷ്യൻ മാത്രമാണ് അവൻ പോകാൻ വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾ വിട്ട് അവൻ്റെ ഇഷ്ടത്തിന് കുറുക്കു വഴികൾ തേടുകയും ദൈവം വെച്ചിരിക്കുന്ന റായ്ക്ക് തെറ്റി ഓടുകയും ചെയ്യുന്നത്. ഇന്ന് ദൈവവചനമാണ് മനുഷ്യൻ്റെ അതിരുകൾ. മനുഷ്യൻ്റെ ഉള്ളിൽ ചില മോഹങ്ങൾ ഇരച്ചു കയറിയാലും ദൈവവചനം കേൾക്കുമ്പം ആ മോഹം ഇല്ലാതായി ബലം പ്രാപിക്കുന്നു. മനുഷ്യൻ അതിര് ലംഘിച്ചതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കേണ്ടി വന്നു. വേഴ്സ് 23-25. Verse 23 means that the people of Judah had rebellious hearts and had turned away from God. മുൻമഴയും പിന്മഴയും കൃഷിക്ക് വേണ്ട മഴ തക്ക സമയത്ത് തന്നെ കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരുന്ന ദൈവത്തെ അവർ ഭയപ്പെടുന്നില്ല. ഈ ക്ലൈമറ്റ് വ്യത്യാസപ്പെടുവാൻ കാരണം നമ്മുടെ അകൃത്യങ്ങളാണ്. മുൻമഴയും പിന്മഴയും മഴയും വെയിലും കൊയ്ത്തിനുള്ള കാലാവധിയും പാലിച്ചു തരുന്ന ദൈവമാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ദൈവം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവും പരിപാലകനുമാണ്. മനുഷ്യൻ നിയമലംഘനം ചെയ്തപ്പോൾ പ്രകൃതിക്ക് വ്യത്യാസം വന്നു. അനേക പ്രകൃതി ദുരന്തങ്ങൾ അവിടങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതവും പ്രകൃതിയുടെ താളവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ജനങ്ങളുടെ പാപം പെരുകി വരുമ്പോൾ ഭൂമിയുടെ താളം തെറ്റും. മനുഷ്യൻ്റെ അതിരുകൾ ലംഘിക്കാതെ ദൈവസന്നിധിയിൽ നിൽക്കണം. വേഴ്സ് 26-27. എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി. 1 സങ്കീർത്തനത്തിൽ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കെണിയൊരുക്കി മനുഷ്യനെ കുടുക്കിലാക്കുന്നു. വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവരുടെ വഞ്ചന നിമിത്തം അവർ മഹാന്മാരും ധനവാന്മാരുമായി. അവരുടെ വീട്ടിലെ വഞ്ചനകൾ നിമിത്തം വീടിനകത്തെ കലി, കോപം, ദേഷ്യം, വേണ്ടാത്ത സംഭാഷണങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിഗ്രഹങ്ങൾ, നമ്മളെ തന്നെ ചീത്തയാക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിന് നിരക്കാത്ത പണമിടപാടുകൾ എന്നിവ ഉടലെടുക്കുന്നു. ഇന്നും ഇതുതന്നെ ലോകത്തിൽ നടമാടുന്നു. ഇതിലേതെങ്കിലും ഇടപാടുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ വീടുകളെ ക്രമീകരിക്കണം. അത്രയ്ക്ക് സീരിയസ് ആയിരിക്കണം ഒരു ഭക്തന്റെ വീട്. വീട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രധാന സ്ഥലമാണ്. സ്വർഗത്തിലെ ഒരു ചെറിയ യൂണിറ്റാണ് വീട്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ മക്കളെ കുറിച്ച് നെഹമ്യാ പുസ്തകം 9 അധ്യായം 25 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവർ ഉറപ്പുള്ള പട്ടണങ്ങളും പുഷ്ടിയുള്ള ദേശവും പിടിച്ച് എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകളും വെട്ടിയുണ്ടാക്കിയ കിണറുകളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും അനവധി ഫലവൃക്ഷങ്ങളും കൈവശമാക്കി. അവർ തിന്ന് തൃപ്തിപ്പെട്ട് പുഷ്ടിയുള്ളവരായി
നിന്റെ വലിയ നന്മയിൽ സുഖിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും അവർ അനുസരണക്കേട് കാണിച്ച് ദൈവത്തോട് മത്സരിച്ചു. ന്യായപ്രമാണം തങ്ങളുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. അവരെ ദൈവത്തിങ്കിലേക്ക് തിരിപ്പാൻ സാക്ഷ്യം പറഞ്ഞ പ്രവാചകന്മാരെ അവർ കൊന്നു. ദൈവിക കൽപ്പനകൾ നാം പ്രമാണിക്കണം. സമാധാനം, സന്തോഷം, സ്നേഹം കൊണ്ട് വീട് നിറയ്ക്കണം. വേഴ്സ് 28. ഇസ്രായേൽ മക്കൾ ദുഷ്കാര്യങ്ങൾ പ്രവർത്തിച്ച് തടിച്ചു കൊഴുത്ത് മിന്നുന്നു. അനാഥരെ സംരക്ഷിക്കുന്നതിൽ അവരുടെ കൈ പുറകോട്ട് വലിക്കുന്നു. ദരിദ്രന്മാരുടെ അവകാശം അവർ സംരക്ഷിക്കുന്നില്ല. ഇസ്രായേൽ രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥയുടെ ധനസൂക്ഷിപ്പുകാർ അവരുടെ പദവി ദുർവിനിമയം ചെയ്ത് ധനമോഹികളായി പണം അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് അവർ ധനവാന്മാരായി പാപങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു. അവർ അനാഥർക്കും ദരിദ്രർക്കും ന്യായം നടത്തിക്കൊടുക്കുന്നില്ല. ഇന്നും ദേശം ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്നു. വേഴ്സ് 29-31. ഈ പ്രവൃത്തികൾ നിമിത്തം ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരം ഒരു ജനതയോടെ ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു. നാട്ടിൽ നടക്കണ്ടാത്തതായ സംഭ്രമജനകമായ ഒന്ന് രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ ദേശത്തെ വ്യാജ പ്രവചനം നടത്തുന്നു. അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാരും അവരോട് ചേർന്ന് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. ജനങ്ങളും അതിഷ്ടപ്പെടുന്നു. എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ അവരെ വിശ്വസിക്കുന്നു. അവർ എല്ലാവരെയും ദുഷ്ടതയിലേക്ക് വലിച്ചടുപ്പിച്ച് സത്യവും വിശ്വസ്തയും രാജ്യങ്ങളിൽ ഇല്ലാതെയാക്കുന്നു. എല്ലാവരും അവരവരുടെ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു. ദൈവത്തിന്റെ ദൂതുവാഹകരാകേണ്ടിയവർ ദൈവത്തെ ത്യജിക്കുന്നു. പൗലോസ് പ്രിയമകനായ തീമത്യോസിനെ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം പരാമർശിക്കുന്നു. 2 തീമത്യോസിന്റെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവർ പഥ്യോപദേശം പൊറുക്കാതെ കണ്ണ് രസമാകുമാറെ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് ഏറ്റവും വെറുക്കത്തക്ക നിലയിലുള്ള പാപങ്ങൾ ചെയ്ത് ദേശം മലിനമാക്കി. കള്ളപ്രവാചകന്മാർ തെറ്റായ ഉപദേശങ്ങൾ മനുഷ്യരെ ചതിക്കുന്ന അവർക്കിഷ്ടമുള്ള മനുഷ്യരുടെ കാതുകൾക്ക് ഇഷ്ടമുള്ള ഉപദേശങ്ങൾ കൊണ്ട് ജനങ്ങളെ രസിപ്പിച്ച് അവരുടെ പ്രീതി നേടുന്നു. They are ignoring God's warning and continuing in sinful behavior will lead to a disastrous end, serving as a call to repentance and a reminder to live righteously. നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തെ പിൻഗമിക്കാം. ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ കഴിവുള്ള കർത്താവിനെ സേവിച്ച് അവന്റെ വരവിങ്കൽ അവനെ എതിരേൽപ്പാൻ നമുക്കും ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.